നമസ്കാരം. പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല കഴിഞ്ഞ ദിവസത്തെ അസാധാരണമായ ഇടപെടലിലൂടെ സുപ്രീം കോടതിയിലെ 4 മുതിർന്ന ന്യായാധിപർ രാജ്യത്തെ മുന്നിലേക്ക് വെച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ ഇന്നലെ പറഞ്ഞത് അവിശ്വാസത്തോടെയാണ് നമ്മൾ കേട്ടത്. ആ അവിശ്വാസമായിരുന്നു ശരി. ഇന്ന് അറ്റോർണി ജനറൽ തന്നെ വന്ന് കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും പ്രശ്നപരിഹാരത്തിന് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര 4 ജഡ്ജിമാരുമായി ഇന്ന് ചർച്ച നടത്തി എന്നതാണ് മറ്റൊരു വാർത്ത. ഈ കൂടിക്കാഴ്ച അടക്കം ചൂണ്ടിക്കാട്ടി പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവുകയാണ് എന്ന തോന്നൽ പുറത്തെത്തിക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നുമുണ്ട്. കഹാനി ഖതം ഹോഗയ എന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ മിശ്ര പറഞ്ഞതിനെയും ഇതോട് ചേർത്ത് കാണാവുന്നതാണ്. പ്രശ്നം തീർന്നു എന്ന്. എന്നാൽ മറ്റൊരു വശത്തുകൂടെ നോക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നത് പോയിട്ട് അഭിസംബോധന ചെയ്യപ്പെടുന്ന പോലുമില്ല എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. പുതുതായി രൂപീകരിച്ച ഭരണഘടനാ ബെഞ്ചിൽ ഈ 4 മുതിർന്ന ജഡ്ജിമാരെയും ഒഴിവാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് ലോയ കേസ് അതേ ബെഞ്ച് തന്നെയാണ് പരിഗണിച്ച് മുന്നോട്ട് പോകുന്നത്. ആരും പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായി കാണുന്നില്ല. പരിഹാരം ഉടനുണ്ടാകും എന്ന് പറയുന്നതായി മാത്രം കാണുന്നു. എന്തുകൊണ്ടാണിത്? മുന്നോട്ട് വെക്കപ്പെട്ട അതിഗുരുതരമായ പ്രശ്നങ്ങളെ അവഗണിച്ചൊഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് പരിഹരിക്കപ്പെടുക? ചർച്ച ചെയ്യുന്നു. സ്വാഗതം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളിലൂടെ അറിയിക്കാം. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാം. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അഭിപ്രായത്തിനായി വെക്കുന്ന ചോദ്യം ഇതാണ്: ജുഡീഷ്യറിയിലെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. പ്രൈം ഡിബേറ്റിൻ്റെ അവസാന ഭാഗത്ത് ആ അഭിപ്രായങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീ കെ എൻ ബാലഗോപാൽ MP അദ്ദേഹം കൊല്ലം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ കെ എൻ ബാലഗോപാൽ കൊല്ലം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ KVS ഹരിദാസ് അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KVS ഹരിദാസിലേക്ക്. ശ്രീ KVS ഹരിദാസ്, എന്താണ് പരിഹാരം? അതിനായി നടക്കുന്നുവെന്ന് പറയുന്ന പരിഹാര ശ്രമങ്ങൾ മതിയായത് തന്നെയാണോ? ആവശ്യത്തിന് ഗൗരവത്തിൽ ജുഡീഷ്യറിയും മറ്റധികാരികളും ഈ സംഭവത്തെ കാണുന്നില്ല എന്ന് തോന്നേണ്ടതുണ്ടോ? ഒപ്പം സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ഇതിലിടപെടേണ്ടതുണ്ടോ? അല്ല സനീഷ, ഇത് പരിഹരിച്ചല്ലേ പറ്റുള്ളൂ, വേറെ മാർഗമില്ല. പരിഹരിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിനും എനിക്ക് തോന്നുന്നു ആശയക്കുഴപ്പമുണ്ടാവേണ്ട കാര്യമില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെയാണ്. ഈ വിവാദങ്ങളൊക്കെ മറന്നേക്ക് പുറത്തേക്ക് വന്ന സമയത്ത് പല ഭാഗത്തു നിന്നും പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് 4 ജഡ്ജിമാർ പുറപ്പെടുന്നതിന് മുമ്പ് അവരുടെ മുമ്പിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ? രാഷ്ട്രപതി ഒന്ന് കാണാമായിരുന്നില്ലേ? തുടങ്ങിയ സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലുള്ളവർ അന്ന് പറഞ്ഞത് രാഷ്ട്രപതിയെ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഇത് പരിഹരിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഗവൺമെൻറ്റിന് ഇതിൽ ഇടപെടണം എന്ന് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണ നിലയ്ക്ക് ഒഴിഞ്ഞു നിൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഗവൺമെൻറ് ഇടപെടാൻ പോയാൽ അത് വേറെ തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. ഇവിടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ദിവസം ചീഫ് ജസ്റ്റിസിൻ്റെ വീട് വരെ പോയി. ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിനെ കാണാൻ അനുമതി കൊടുത്തില്ല, അദ്ദേഹം തിരിച്ചു പോന്നു. അതിനെക്കുറിച്ച് പോലും കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ പ്രതികരണം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ശരിയാണ്, സാധാരണ നിലയ്ക്ക് ഗവൺമെൻറ് കോടതിയുടെ കാര്യങ്ങളിൽ അത് ഒരു കോംപ്ലിക്കേറ്റ് ചെയ്ത സമയത്ത് ഇടപെടാൻ ശ്രമിക്കുന്നത് ബുദ്ധിപൂർവമാണെന്നൊന്നും കരുതാൻ വയ്യ. അത്രമാത്രം വിഷമകരമാണത്. കാരണം നമ്മൾ കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന കയ്യേറ്റവും അക്രമവും ഒക്കെ നമ്മുടെ മുമ്പിലില്ലേ? അന്ന് കേരള സർക്കാരിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കേന്ദ്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ? കാരണം അതൊരു എന്താ പറയുക, ഒരു ദ്വീപാണ്. ആ ദ്വീപിന് വല്ലാത്ത അധികാരങ്ങളുണ്ട്, വല്ലാത്ത സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആര് കൈകടത്താൻ പോയാലും പൊള്ളുന്ന സ്ഥിതി ഉണ്ടാകും എന്നതാണ് മുൻകാല അനുഭവങ്ങൾ. അപ്പോൾ ഏറ്റവും നല്ലത് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇതേ ആൾക്കാർ തന്നെയാണ്, മുതിർന്ന ജഡ്ജിമാർ തന്നെയാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ നിസ്സാരമായി കാണുന്ന ആൾക്കാരല്ല ഇവരാരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന
അല്ലെങ്കിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. അവർക്ക് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സാമ്യമായിട്ട് ഒന്നിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയേണ്ടതല്ലേ? എൻ്റെ വിശ്വാസം അതിനവർക്ക് കഴിയണം. അല്ലാതെ വേറൊരു ഇടപെടലിനെ കുറിച്ച് തൽക്കാലം ചിന്തിക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ല. ഇനി അങ്ങനെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ ആ നിർദ്ദേശം വരേണ്ടതും അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവർ തന്നെ കയറി ഇടപെടുന്ന മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതൊന്നും സർക്കാർ, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സർക്കാർ അതിലേക്ക് തലവെക്കാനുള്ള സാധ്യത കുറവാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇന്ന് ഉള്ള വാർത്ത ഈ പ്രശ്നപരിഹാരത്തിനായിട്ട് ഒരു 10-15 മിനിറ്റോളം ചീഫ് ജസ്റ്റിസ് 4 ജഡ്ജിമാരുമായിട്ടും ചർച്ച നടത്തിയെന്നതാണ്. അത് പക്ഷേ ഔദ്യോഗികമായിട്ട് സാധാരണഗതിയിൽ നടക്കുന്ന അവരുടെ ചായ നേരങ്ങളിലെ സംഭാഷണം മാത്രമാണ് എന്ന നിലക്കുള്ള വിവരങ്ങളും കാണുന്നുണ്ട്. ഈ പ്രശ്നപരിഹാരം, അവരുന്നയിച്ച പ്രശ്നത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുള്ള പരിഹാര ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കാവുന്ന സാഹചര്യമുണ്ടോ താങ്കളുടെ നോട്ടത്തിൽ? ഇന്ന് ഉറക്കം വെച്ച് സൗണ്ട് വരുന്നവരെ നമുക്കത് നോക്കാം. എന്നെ കാണാം. ശ്രീ ബാലഗോപാൽ, താങ്കളോടായിരുന്നു ചോദ്യം. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന തോന്നലുണ്ടോ താങ്കൾക്ക്? അദ്ദേഹവുമായുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കെ എൻ ബാലഗോപാൽ, താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ഹാരിസ് ബീരാൻ, താങ്കൾക്ക് കേൾക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ കൂടിക്കാഴ്ചയും ചർച്ചയും നടന്നു, 5 പേരും തമ്മിൽ. ചീഫ് ജസ്റ്റിസ് ഈ 4 പേരെയും വിളിച്ച് സംസാരിച്ചു എന്നതാണ്. എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് ഈ പ്രശ്ന പരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ? എൻ്റെ അഭിപ്രായത്തിൽ തികച്ചും പോസിറ്റീവാണ് ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ. കാരണം ഇതൊരു മഞ്ഞുരുകുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരിപ്പോൾ ഈ പ്രസ് കോൺഫറൻസിന് പോയതിൻ്റെ തന്നെ ഒരവസ്ഥ എന്ന് വെച്ചാൽ അതിലേക്ക് എത്തിച്ചേക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. ഇത് ഒരു ജഡ്ജിയും ഇതുപോലെ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ഇതുപോലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം രാഷ്ട്രത്തോട് പറയണമെന്നുള്ളത്. പക്ഷേ ആ ഒരു സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മളെല്ലാം അനുമാനിക്കേണ്ടത്. ഇപ്പോൾ അതിന് അന്നത്തെ പ്രത്യേകിച്ചിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ പോലും അവർ ചീഫ് ജസ്റ്റിസിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആണ് അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് കൂടി ആലോചിച്ചിട്ട് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള കാര്യങ്ങളാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചീഫ് ജസ്റ്റിസ് അവർക്ക് ഒരു ഓഡിയൻസ് പോലും കിടക്കാതെ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഒരു റെസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലും നടത്താത്തുള്ള ഒരു കാര്യം കൊണ്ടാണ് അവർക്ക് ഈ ഒരു അറ്റകൈ എന്നുള്ള രീതിയിൽ പത്രസമ്മേളനത്തിന് പോകേണ്ടി വന്നതെന്നുള്ളതാണ് നമ്മളെല്ലാം അവരുടെ പത്രസമ്മേളനത്തിൽ മനസ്സിലാക്കിയത് തന്നെ. ഇന്നിപ്പോ അതിന്റെ ഒരു മഞ്ഞുരുകുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് ഇന്ന് രാവിലത്തെ വാർത്തകളെല്ലാം കാണുന്നത്. മാത്രവുമല്ല, ഇനിയിപ്പോ ഇതിവിടെ അവസാനിച്ചിട്ടില്ല, ഇതൊരു ആദ്യഘട്ടം മാത്രമാണ്. നാളെ ആയിരിക്കും വിശദമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സംഗതി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു അറ്റകൈക്ക് ഈ ജഡ്ജിമാർക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു. ഇന്നിപ്പോ എന്തായാലും നടന്നു. ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അത് ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത്. അതിന് എത്രയും പെട്ടെന്നുള്ള പ്രശ്നപരിഹാരത്തിന്റെ ആവശ്യവും ഉണ്ടാകും. ഇനിയിപ്പോ ഇത് വിട്ടുകഴിഞ്ഞാൽ ഒരു കൈവിട്ട കളിയായി പോകും എന്നുള്ള ഒരു ധാരണയും ചീഫ് ജസ്റ്റിസിന് വന്നിട്ടുണ്ടാകാം. കാരണം ഇന്ന് രാവിലത്തെ ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഡൽഹിയിൽ ഇറങ്ങുന്ന ദേശീയ ദിനപത്രങ്ങളെല്ലാം പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് ടൈംസ് ഓഫ് ഇന്ത്യയും അതുപോലെ ടെലിഗ്രാഫും ചീഫ് ജസ്റ്റിസിന്റെ പക്ഷം പിടിച്ചുള്ള വാർത്ത, ദ ഹിന്ദുവും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസും ബാക്കിയുള്ള ജഡ്ജിമാരുടെ മറ്റ് 4 ജഡ്ജിമാരുടെ പക്ഷം പിടിച്ചുള്ള വാർത്ത. അങ്ങനത്തെ ഉള്ള ഒരു അപകടകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് വരെ ഈ കാര്യം പോകാൻ തുടങ്ങി. ഏതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡിവിഷൻ വരെയുള്ള ഒരു സംഗതിയായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ അത് കൈവിട്ട കളി ആകും എന്നുള്ള ഒരു ഭയം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. എന്തായാലും അത് കൈവിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ആക്ട് ചെയ്ത് നടപടിയായിട്ട് മുന്നോട്ട് പോയി എന്ന് വേണം നമുക്ക് കരുതാൻ. ഇതിപ്പോൾ ആദ്യപടിയായിട്ട് അദ്ദേഹം ഈ ഒരു സ്റ്റെപ്പ് എടുത്തത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. തിരിച്ചു വരാം. ശ്രീ കെ എൻ ബാലഗോപാൽ, പക്ഷം പിടുത്തം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ വിഷയങ്ങളിന്മേലുള്ള പക്ഷം പിടുത്തം പോലെ ഈ വിഷയത്തിൽ കൂടെ ഉണ്ടാകുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് ഇടപെടലുണ്ടായി എന്ന് ആശ്വസിക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ഇത്തരം ഘട്ടങ്ങളിൽ ഈ പക്ഷം പിടുത്തമൊന്നും ഒഴിവാക്കുക സാധ്യവുമല്ല. പക്ഷേ
ഈ അസാധാരണമായ സാഹചര്യം ഉണ്ടായപ്പോൾ സാധാരണഗതിയിൽ ജുഡീഷ്യറിയെ വലിയ ബഹുമാനത്തോടെയും അകലെ നിന്നും കാണുന്ന സാധാരണക്കാർ ഇത് വളരെ വലിയ പ്രശ്നമാണല്ലോ എന്ന് അമ്പരം തരുന്നു. പക്ഷേ ആ അത്ര വലിയ പ്രശ്നം ആവശ്യപ്പെടുന്ന തോതിലുള്ള ഗൗരവം ഇതിൻ്റെ പരിഹാര ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല എന്ന തോന്നലും ഉണ്ടാകുന്നുണ്ട് ഈ ദിവസമാകുമ്പോഴേക്ക്. ഈ പറയുന്ന കൂടിക്കാഴ്ച നടന്നു എന്നല്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് ആൾക്കാർ പറയുന്നു എന്നല്ലാതെ ഏതുതരം പരിഹാരമാണ്, ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിന്മേൽ എന്ത് ചർച്ചകളാണ് അവിടെ നടക്കുന്നത് എന്ന പോലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുമില്ല. താങ്കൾ ഇക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസിയാണോ? എന്താണ് ചെയ്യേണ്ടത് ഈ പ്രശ്നം, വലിയ പ്രശ്നം പരിഹരിക്കാൻ? ഒന്നാമത് ഇക്കാര്യത്തിനകത്ത് ഞാൻ ശുഭാപ്തി വിശ്വാസി തന്നെയാണ്. കാരണം ഇത്തരൊരു പ്രശ്നം ഉണ്ടായത് അകത്തുള്ള എന്തൊക്കെയോ ചീഞ്ഞു നാറുന്ന സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലൊരു പൊട്ടിത്തെറിയായിരുന്നു. അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് തുടർന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി ജഡ്ജിമാർക്ക് നോക്കാനും പരിഹരിക്കാനുമുള്ള ഒരു പ്രചോദനമായിട്ടുണ്ടാകും, അതിനൊരു കാരണമായിട്ടുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് കക്ഷി പിടിക്കുന്നു, പക്ഷം പിടിക്കുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇതിനകത്ത് വളരെ ഉത്തരവാദിത്വപൂർവ്വം തന്നെയാണ് പെരുമാറിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്, അത് സോൾവ് ചെയ്യണം, ജുഡീഷ്യറിയുടെ വിശ്വാസം നിലനിർത്തണം, അത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തോന്നണം എന്ന സമീപനം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവിലെടുത്തത്. ഞാൻ അതിനകത്ത് ഓരോ പാർട്ടികളുടെ അടുത്ത് കുറ്റം പറയാനൊന്നും ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ആരാണ് ഏറ്റവും പ്രധാനമായിട്ട് കക്ഷി പിടിച്ചത്? അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വക്കീലന്മാർ തന്നെ, അവർ തന്നെ രണ്ട് ചേരിയായിട്ട് തിരിയുന്നു. പ്രധാനമായിട്ടും ഈ 4 ജഡ്ജിമാരെ ഇവർ മഹാകുഴപ്പമാണ് കാണിച്ചതെന്ന് പറഞ്ഞ് ഒരു വക്കീൽ പോയിട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി വാദിച്ചു. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഒന്ന് ചിരിച്ചു, വേറെ ഏതായാലും കമൻറ്റ് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപയുടെ ഫീസ് വാങ്ങുന്ന വലിയ ബിസിനസ് പോലെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന വലിയ വക്കീലന്മാരും എല്ലാം ഉള്ളൊരു ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മുടെ. അവരുടനെ പോയിട്ട് ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കൊള്ളാം, നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ മറ്റേ ജഡ്ജിമാരെ വേറൊരു സെറ്റ്. ഈ തരത്തിലേക്ക് ഈ സിസ്റ്റത്തിനകത്ത് തന്നെയുള്ള ചില മോശപ്പെട്ട പ്രവണതകളും ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണണം. ഈ കാര്യത്തിനകത്ത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് സുപ്രീം കോടതി പോലൊരു കോടതി, മറ്റു കോടതികൾ രാഷ്ട്രീയ കക്ഷികളുടെ വാലാവരുതെന്നും രാഷ്ട്രീയ കേസുകൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം വാദിക്കുന്ന കേൾക്കുന്ന ഒരു സംവിധാനമാകരുതെന്നുള്ള ആഗ്രഹമാണ് പൊതുവിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ വന്നതിനകത്തൊരു നെഗറ്റീവായ വശമുള്ളതുപോലെ പോസിറ്റീവായ ഒരു വശമുണ്ട്. കുറച്ചുകൂടി സുതാര്യത ആവശ്യപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറും. ജുഡീഷ്യറിക്കകത്ത് കുറേയേറെ പുഴുക്കുത്തുകളുണ്ട്, മേളിൽ മുതൽ താഴെ വരെ മറ്റെല്ലാ മേഖലയിലും ഉള്ളതുപോലെ. അപ്പോൾ അത് പുറത്തു വരുന്നതിനും ചർച്ചയ്ക്കും സഹായകരമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിരവധിയായിട്ടുള്ള കേസുകൾ വേണ്ട രീതിയിലല്ല അലോക്കേറ്റ് ചെയ്യുന്നത് എന്തായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വിമർശം. ആ വിമർശം ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാക്കുന്ന ചില സംഗതികൾ പുറത്തുനിന്ന് വളരെ അകലെ നോക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഭരണഘടനാ ബെഞ്ച്, ഈ പറയുന്ന പോലുള്ള ആധാറിൻ്റെയും സ്വവർഗരതിയും ഒക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ച് രൂപീകരണത്തിൽ ഈ പറയുന്ന 4 മുതിർന്ന ജഡ്ജിമാർക്കും ഇടമില്ല എന്നതാണ്. അത് വളരെ സ്വാഭാവികമായ കാര്യമാണോ, അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന വിമർശത്തിന് സാങ്കത്യമുണ്ടാക്കുന്ന സംഗതിയായിട്ട് തെളിവായിട്ട് അതിനെ കാണാനാകുമോ? തീർച്ചയായിട്ടും അതൊരു തെളിവ് തന്നെയാണ് സനീഷ്. കാരണം ഞാനിവിടെ പറയട്ടെ, എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഭൂരിഭാഗം സുപ്രീം കോടതി ജഡ്ജിമാരും ഈ 4 ജഡ്ജിമാർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് യോജിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതായത് ഈ കേസുകളുടെ അലോക്കേഷൻ സംബന്ധിച്ച്. പിന്നെ അവർ പത്രസമ്മേളനം നടത്തിയതിനോട് ഭൂരിഭാഗം ജഡ്ജിമാരും അനുകൂലിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയുമുണ്ട്. കാരണം അത് എങ്ങനെയാണ് പുറത്തേക്ക് വെന്റിലേറ്റ് ചെയ്തത് എന്നുള്ള ആ ഒരു വിഷയത്തിൽ മാത്രം. പക്ഷേ കാതലായിട്ടുള്ള വിഷയം ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഈ കേസിന്റെ അലോക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നത്, ആ നടത്തുന്നതിനകത്ത് ഒരു ആർബിട്രറിനെസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു സുതാര്യതയുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് കാതലായിട്ടുള്ള വിഷയം. ഇപ്പോൾ ഇന്നലെ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ എഴുതി 15 സൂപ്പർ സെൻസിറ്റീവ് കേസുകൾ ജൂനിയർ ജഡ്ജിമാരാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന്. വർഷങ്ങളായിട്ടുള്ള 10 വർഷത്തെ കണക്കെടുത്തിട്ട് എഴുതി. ഞാനൊന്ന് പറയട്ടെ, ഇവിടുത്തെ ഈ 4 ജഡ്ജിമാർക്കും അത് തന്നെ പറയുന്നത്, നിങ്ങൾ പല ജഡ്ജിമാർക്കായിട്ട് വിതരണം ചെയ്തോ, നമുക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ട കേസ്, ഞങ്ങൾക്കായിട്ട് വേണ്ട. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 10 സൂപ്പർ സെൻസിറ്റീവ് കേസുകൾ ഒരു ജഡ്ജി കേൾക്കണം, ഒറ്റൊരു ജഡ്ജി, ആ ജഡ്ജി കേൾക്കണം എന്നുള്ള രീതിയിലുള്ള അലോക്കേഷനാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത്. അല്ലാതെ ഈ 4 ജഡ്ജിമാരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ കേസുകളെല്ലാം ഞങ്ങൾ ഡിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ 4 പേരിൽ ആരെങ്കിലും ഒരാൾ കേൾക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ജൂനിയർ
ജൂനിയർ ജഡ്ജ് എന്നോ സീനിയർ ജഡ്ജ് എന്നുള്ള ഒരു തരംതിരിവ് പോലും അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ 10 സൂപ്പർ സെൻസിറ്റീവ് കേസുകൾ, രാഷ്ട്രീയമായിട്ടുള്ള സൂപ്പർ സെൻസിറ്റീവ് കേസുകൾ ഒരു ജഡ്ജ്, അതായത് സീനിയോറിറ്റി ക്രമത്തിൽ ഇപ്പോ 10ാം നമ്പറുള്ള ജഡ്ജ്, അന്നൊക്കെ 12ഉം 13ഉം ഒക്കെ ആയിരുന്ന ജഡ്ജിയാണ്, ആ ജഡ്ജിന് മാത്രമായിട്ട് ഒരു അലോക്കേഷൻ പോകുന്നത് എന്താണ് എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവരിവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അല്ലാതെ അവർക്ക് കിട്ടാത്തതിലുള്ള ഒരു വിഷമോ അല്ലെങ്കിൽ ജൂനിയർ ജഡ്ജിന് പോണതിനുള്ള ഒരു വിഷമം ഒന്നുമല്ല അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു സുതാര്യത തന്നെയാണ് ഇവിടെ ആവശ്യം. ആ സുതാര്യതയുടെ കാര്യമാണ് ഇനിയിപ്പോ ചർച്ച ചെയ്ത് ഇവിടെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. അവിടെയാണ് പ്രശ്നം. ശ്രീ KVS ഹരിദാസ്, ഇന്നലെ ശ്രീ KK വേണുഗോപാൽ അറ്റോർണി ജനറൽ വന്ന് പറഞ്ഞു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അത് വലിയ തലക്കെട്ട് വാർത്തകളായി എല്ലായിടത്തും വന്നു. മാധ്യമങ്ങളിൽ, ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നു. ഇന്ന് അദ്ദേഹം എന്ന് പറയുന്നു പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല, 2-3 ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ആളുകളെടുത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്ത് അതിനകത്ത് പക്ഷം പിടിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനാവുകയില്ല, അങ്ങനെ പരിഹരിച്ചാൽ അത് യഥാർത്ഥ പരിഹാരമാവുകയില്ല എന്ന് സാധാരണ ഗതിയിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന പോലുള്ള കേസ് അലോക്കേഷൻ സംബന്ധിച്ച് ഇങ്ങനെ തീർത്തും വഴിവിട്ട രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ആ കാര്യത്തിലൊരു പക്ഷം പിടുത്തം ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു പക്ഷം പിടുത്തം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പിടിക്കേണ്ടുന്ന സാഹചര്യമില്ലേ എന്ന ചോദ്യം ഞാൻ ചോദിച്ചാൽ അബദ്ധമാകുമോ? എന്ന് വെച്ചാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇംപീച്ച്മെന്റ് പോലുള്ള സംഗതിയിൽ ജനമിടപെടട്ടെ എന്ന് 4 പ്രധാനപ്പെട്ട ജഡ്ജിമാർ വന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ തന്നെ പരിഹരിച്ചുകൊള്ളൂ എന്ന് ഭരണ നേതൃത്വവും രാഷ്ട്രീയ പാർട്ടികളും നിലപാട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനാനുകൂലമായിട്ടാണ് എന്ന് ഉറപ്പിച്ച് പറയാനാകുമോ ശ്രീ KVS ഹരിദാസ്? സനീഷ, അതിനു മുമ്പ് എനിക്ക് ശ്രീ ബാലഗോപാൽ എടുത്ത നിലപാടിനോട് പൂർണ്ണമായ യോജിപ്പാണുള്ളത്. ആദ്യമേ അത് സൂചിപ്പിക്കട്ടെ. കാരണം ഇതിനകത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കന്മാരോ കൈകടത്താൻ നടത്തുന്ന ഓരോ ശ്രമവും അപകടത്തിലേക്കാണ് നീങ്ങുക. അതിൽ ഒരു കൃത്യമായ ദൂരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമുണ്ട് സനീഷേ. ഈ രാഷ്ട്രീയ വക്കീലന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ, അവര് ഇന്നത്തെ ലോകത്ത് അവർക്കിപ്പോൾ ബാലഗോപാൽ തന്നെ സൂചിപ്പിച്ചത് അതാണ്. അവർക്ക് ഈ ഇന്നത്തെ രാഷ്ട്രീയ ജീവിതത്തിലെ കോടതിയിലെ വ്യവഹാരത്തിൽ ഒക്കെ വലിയ പങ്കുണ്ടെന്ന്. അവർ പല സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരുടെ ഇടപെടലുകൾ പല തരത്തിലും ഉണ്ടാകുന്നുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടാകുന്നുണ്ട്. ആ ഇടപെടലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി ഇതിനകത്തൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വന്നു പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ന്യായാധിപന്മാരെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ അത്തരം തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കാനോ ഒക്കെയുള്ള നമുക്ക് കോടതിയെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ നമുക്ക് അവകാശമില്ല. കാര്യങ്ങൾ സുതാര്യമായിട്ട് നടക്കണു എന്ന് വിശ്വസിക്കാനും അത് ഏറ്റുപറയാനുമുള്ള ബാധ്യതയുള്ളവരാണ് സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. മറിച്ചുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പോലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഇതിനെതിരായിട്ട് പോരാടാനുള്ള ശക്തി നിയമപാലകന്മാർക്കുണ്ട്, കോടതിക്കുണ്ട്. MP ജയരാജൻ്റെയും EMS നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് നമുക്ക് പല സന്ദർഭങ്ങളിലും ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്നതിൽ കുറേ പരിമിതികളുണ്ട്. കുറേയല്ല, ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ പലതും അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള കാര്യം ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ഇതിന് പരിഹാരം എങ്ങനെയാ? പരിഹാരം എങ്ങനെയാണ്? എന്താണ് പ്രശ്നം? ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒരാൾക്ക് മാത്രമാണ് കേസുകൾ കൊടുക്കുന്നത് എന്ന് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KVS ഹരിദാസ്. ശ്രീ KN ബാലഗോപാൽ, പ്രതികരിക്കാൻ പരിമിതികളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതൊരു അസാധാരണമായ സാഹചര്യമാണെന്ന് അവർ തന്നെ പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അവർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ആ പ്രശ്നങ്ങളോട് പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുന്നതായി കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഈ കേസ് അലോക്കേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മുന്നോട്ട് വെച്ചപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് രൂപീകരണം പോലും ഇങ്ങനെയാണ്, അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ്. അക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല, അത് അവരുടെ കാര്യമാണ് എന്ന നിസ്സംഗ സമീപനം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നത് ശരിയായ കാര്യമാണെന്ന് താങ്കളും പറയുമോ? രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിസ്സംഗ സമീപനം എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞ ഇക്കാര്യത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നത് വളരെ നന്നായി. ആ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ പൊട്ടിപ്പുറപ്പെട്ടു വന്നതാണ്. അത്രയും മോശപ്പെട്ട ചില പ്രവണതകൾ ആ രംഗത്തുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞു.
അതിനകത്ത് പരിഹരിക്കാൻ വേണ്ടി വളരെ പക്വമായ നിലപാട് വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ ഒരു പ്രശ്നത്തിൽ പലപ്പോഴും ഇടപെടുന്ന പല രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തെ പറ്റി ജുഡീഷ്യൽ കമ്മീഷനും ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തെ പറ്റിയൊക്കെ കൃത്യമായ അഭിപ്രായമുള്ളവരാണ്. ആ തരത്തിൽ തന്നെ ഇതിനകത്ത് പരിഹരിക്കണം. ഇവിടെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ആരും ഇടപെടലെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ രാവിലെ ഈ ജഡ്ജിയുടെ വീടിന്റെ വാതിൽക്കൽ ചെന്നിട്ട് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് ഏതായാലും ചീഫ് ജസ്റ്റിസ് വാതിൽ തുറക്കാതെ പോയ പ്രശ്നമുണ്ട്. അങ്ങനെ ഇടപെടാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് പരോക്ഷമായ പ്രശ്നം. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ തന്നെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി ഇടപെടാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതി വളരെ വ്യാപകമായിട്ടുണ്ട്. അതാണ് ജസ്റ്റിസ് ലോയയുടെ കാര്യത്തിനകത്ത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം കൊലപാതകമാണോ വേറെ ദുരൂഹതയാണോ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ തന്നെ വളരെ ജൂനിയറായ ഒരു ജഡ്ജിക്ക് കൊടുക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 10 ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കൊടുക്കുന്ന ജഡ്ജിക്ക് തന്നെ ഇത് വീണ്ടും കൊടുക്കുന്നു. ഇത് മാത്രമല്ല, മറ്റു പല കേസുകളും ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള പ്രശ്നം ഇപ്പൊ വന്നിരിക്കുന്നു. നേരത്തെ സുപ്രീം കോടതിയിലെ അലോക്കേഷനെ സംബന്ധിച്ചും സമീപനങ്ങളെ സംബന്ധിച്ച് പരാതിയുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്ന ആളുകളെ അവരെ ഒന്ന് വരട്ടി അവരെ ഒന്ന് ഞങ്ങളുടെ നിലയ്ക്ക് നിർത്തുന്ന സമീപനം ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വീകരിച്ചതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഗോപാൽ സുബ്രഹ്മണ്യത്തിനെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് കൊളീജിയം തീരുമാനിച്ചിട്ട് ആ കൊളീജിയം തീരുമാനിച്ച് ഗോപാൽ സുബ്രഹ്മണ്യത്തിനെ ജഡ്ജിയാക്കിയില്ല. നമ്മുടെ മുന്നേ വന്ന കാര്യമാണ്. കാരണം എന്താ? ഗോപാൽ സുബ്രഹ്മണ്യമാണ് ഗുജറാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രീ മോഡിയുടെയും അമിത്ഷായുടെയും ഭരണകാലത്തുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി എന്ന നിലയിൽ അദ്ദേഹം BJPയുടെ നിലപാടുകൾക്കെതിരായിട്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ജഡ്ജിയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ വന്ന ഒന്നാമത്തെ കേസാണ് റീസെന്റ് ആയിട്ടുള്ള കാലത്ത് അത്. രണ്ടാമത്തെ സംഭവം ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതിയിലേക്ക് എടുത്തില്ല എന്നുള്ള പ്രശ്നമാണ്. അതിനകത്തും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലുണ്ടായിരുന്നു. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റായിട്ട് ഇടപെടുന്നു. കേന്ദ്ര ഗവൺമെന്റിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ജഡ്ജിമാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നെല്ലാം പറയുന്ന പൊളിറ്റിക്കലായ ഇന്റർവെൻഷൻ ഇതിനകത്ത് വരുന്നുണ്ടെന്ന അപകടം ഇപ്പൊ തന്നെ ഉണ്ട്. ആ അപകടം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് അതുൾപ്പെടെ ചേർത്തിട്ട് അഭിപ്രായം പറയേണ്ടതാണെന്നുള്ളതാണ് എന്റെയും ഇത്തരം കാര്യത്തിലുള്ള സമീപനം. കൃത്യമാണത്. അദ്ദേഹം പറയുന്നത് കൃത്യമായി തോന്നുന്നു. ശ്രീ KVS ഹരിദാസ്, രാഷ്ട്രീയമായ ഇടപെടൽ ആവശ്യമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ പുറത്തു പറയുകയും, അല്ലെങ്കിൽ പക്വമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്, ഇക്കാര്യം ജുഡീഷ്യറിക്ക് അകത്ത് തന്നെയും നിലപാട് അവർ സ്വീകരിക്കട്ടെ, പരിഹരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവിടെ പോയ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് ആ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ ശ്രമമാണ്, വിജയിച്ചിട്ടില്ല എന്നാണ് പുറത്ത് കേൾക്കുന്നത്. ഒപ്പം ഇന്നിപ്പോൾ കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല അദ്ദേഹം RSS നേതാക്കളെ കൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടിക്കാൻ ഈ ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു BJP സർക്കാർ എന്ന ആക്ഷേപം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ആക്ഷേപമല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഭരണസംഘം, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഭരിക്കുന്ന സർക്കാരും ഏതോ വിധത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയോ ആലോചനകൾ അവർക്ക് ആ കാര്യത്തിലുണ്ട് എന്ന തോന്നലുണ്ടാക്കുന്ന സംഭവങ്ങൾ കൂടെയുണ്ട്. വിശ്വസിക്കാം അവിശ്വസിക്കാം. തുറന്നു നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ 2 സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നില്ല എന്ന് പുറത്തു പറയുകയും ഇടപെടലിനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ സർക്കാരിന്? ഒന്ന്, RSSന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ശീലവും ഇല്ല, സമ്പ്രദായവും ഇല്ല, ഞാൻ അറിഞ്ഞെടുത്തോളം. മാത്രമല്ല, ഈ സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ RSSന് കഴിയുമോ? അങ്ങനെയൊക്കെ കോൺഗ്രസ്സുകാർക്ക് എന്തും പറയാം. ഞാൻ ചോദിച്ചോട്ടെ, ഈ 4 ജഡ്ജിമാരുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്തൊക്കെയാ? അതിനേക്കാൾ ഉപരി ഇപ്പോൾ ബാലഗോപാലിന്റെ രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചതാ. എന്തിനാ ബാലഗോപാലെ D രാജ ഒരു ജഡ്ജിയുടെ പുറം വാതിലിൽ കൂടി വീട്ടിൽ കയറി ചെന്നത്, പുറത്തെ കയറ്റി കൂടി, പിന്നാമ്പുറത്തെ കയറ്റി കൂടി? ഇതൊക്കെ ലോകം കണ്ടതല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓരോ ഇപ്പോൾ ആ 4 ജഡ്ജിമാർ എന്തെങ്കിലും സദുദ്ദേശത്തോടെ പുറത്ത് പറയാൻ ഉദ്ദേശിച്ചുവെങ്കിൽ ഈ രാജയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അത് എനിക്ക് തോന്നുന്നു അപകടത്തിലായത് ആ ന്യായാധിപന്മാർ തന്നെയാണ്. അവരെ തന്നെയാണ് വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത്. സത്യസന്ധമായിട്ട് അവർക്ക് തോന്നിയ ചില കാര്യങ്ങൾ അത് പുറത്ത് പറയാമായിരുന്നോ ഇന്ന കാര്യത്തിൽ എനിക്കും 2 അഭിപ്രായമുണ്ട്. പറയാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് തുറന്നു പറഞ്ഞതിനപ്പുറത്തേക്ക് ഇത്തരം ചില ആൾക്കാരുടെ ഇടപെടലുകൾ കൊണ്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളും ദുഷ്പേരും ഒക്കെ വേറെ നിൽക്കുന്നു.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരം വിവാദങ്ങൾ പഴയ കാലത്ത് ഹൈക്കോടതി ജഡ്ജിമാരാണെങ്കിലും സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ ആണെങ്കിലും ആരും ഒന്നും മിണ്ടാറില്ല. ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എന്തെല്ലാമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, ഈ ഓരോ ന്യായാധിപന്മാരെ കുറിച്ചും എന്തെല്ലാമാണ് പുറത്തു വരുന്നത്. അതൊക്കെ സത്യത്തിൽ ഇവരും കാണുന്നുണ്ടാവില്ലേ, ഈ ന്യായാധിപന്മാരും കാണുന്നുണ്ടാവില്ലേ, എത്രമാത്രം അവർ എക്സ്പോസ് ചെയ്യപ്പെടുന്നു, അവരെ വിമർശിക്കപ്പെടുന്നു. നമ്മൾ സത്യത്തിൽ കാണുമ്പോൾ പലപ്പോഴും വിഷമം തോന്നുന്നു. രാഷ്ട്രീയക്കാർ സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കന്മാരൊക്കെ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ന്യായാധിപന്മാർ പോലും വിമർശിക്കപ്പെടുന്ന കാഴ്ചയല്ലേ കാണുന്നത്. ഇത്തരം ഒരു സ്ഥിതി ഇന്ത്യയിൽ മുമ്പുണ്ടായിട്ടില്ല. അതിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തി എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. അതുണ്ടാകാൻ പാടില്ലായിരുന്നു. അതിന് കാരണക്കാരൻ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടായത് നടത്തിയതിലെ അസ്വാഭാവികതയെ മാത്രം വെച്ച് ആ ജഡ്ജിമാരെ അവരാണ് കുഴപ്പക്കാരെന്ന് ചെറുതായെങ്കിലും ധ്വനിപ്പിക്കുന്നത് ശരിയായിരിക്കുമോ? അവർ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഏതാണ്ട് 15ഓളം വളരെ പ്രധാനപ്പെട്ട, അവർ തന്നെ പറയുന്നത് പോലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ഉണ്ടാക്കാവുന്ന കേസുകൾ ഈ ക്രമം തെറ്റിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു എന്ന നിസ്സാരമായ സംഗതി അല്ലല്ലോ. അത് പലതവണയായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ പോയപ്പോൾ ഞങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല എന്ന വലിയ മോശം സാഹചര്യം ഉണ്ടായപ്പോഴാണല്ലോ വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത്. ശരിയായിരിക്കാം, വാർത്താ സമ്മേളനം തെറ്റായിരിക്കാം. വാർത്താ സമ്മേളനം തെറ്റായ ഒരു കാര്യത്തിലേക്ക്, സങ്കടകരമായ ഒരു കാര്യത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത് ആ പ്രശ്നമാണ് വലുത്. പ്രശ്നം ഉണ്ടായതിനു ശേഷമുണ്ടായ അസ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല എന്ന നിലപാടല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ നിലപാട് സ്വീകരിക്കണം എന്നതിനുള്ള തെളിവായിട്ട് വേണ്ടേ പിന്നീട് രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ ബെഞ്ചിൽ പോലും ഇവർക്കിടമുണ്ടായിരുന്നില്ല, ഇവർ വ്യക്തിപരമായി മാറ്റി നിർത്തട്ടെ, ഈ പറയുന്ന മുതിർന്ന ആളുകൾക്കിടമുണ്ടായിരുന്നില്ല എന്ന കാര്യത്തെ തെളിവായി കാണേണ്ടേ? അല്ല സനീഷ്, ഇതിലൊക്കെ നമുക്ക് അഭിപ്രായം പറയുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ 4 ജഡ്ജിമാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഞങ്ങൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും സമന്മാരാണ്. ആ സമന്മാരിലെ മുൻപിലുള്ള ഒരാളാണ് ചീഫ് ജസ്റ്റിസ്. അതൊക്കെ ആ തരത്തിലുള്ള ഒരു അഭിപ്രായ പഠനം ഈ 4 ജഡ്ജിമാരിൽ നിന്ന് വന്നതിനെയാണ് എനിക്കൊന്നും അനുകൂലിക്കാൻ പറ്റാതെ വരുന്നത്. കാരണം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് സമുന്നതമായ സ്ഥാനം, അത് എ ഓർ ബി ഓർ സി ആരെങ്കിലും ആയിക്കോട്ടെ, സമുന്നതമായ ഒരു സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അദ്ദേഹമാണ്. ചീഫ് ജസ്റ്റിസിനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അത്തരം കാര്യങ്ങളെങ്കിലും നമുക്ക് കാണാതെ പോകാൻ പറ്റുമോ? അതുപോലെയാണോ സാധാരണ ജഡ്ജിമാർ? ബാക്കി എല്ലാ ജഡ്ജിമാരും സമന്മാർ തന്നെയാണ്. അതിൽ ജൂനിയർ ആണോ സീനിയർ ആണോ, ഇന്നലെ വന്ന ആളാണോ മിനിയാന്ന് വന്ന ആളാണോ ഇന്ന് വന്ന ആളാണോ എന്നുള്ള ചിന്തയൊന്നും അവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല. സുപ്രീം കോടതി ജഡ്ജി ആയാൽ ദേ ആർ ഓൾ ഈക്വൽ, സംശയമില്ല. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഡിഫറൻറ്റ്. ചീഫ് ജസ്റ്റിസിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ചീഫ് ജസ്റ്റിസിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉള്ളത്. ഈ കേസ് എവിടെ പോകണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരവും അദ്ദേഹത്തിൻ്റെ, അത് ഭരണഘടന രൂപം കൊണ്ടത് മുതൽ സുപ്രീം കോടതി രൂപം കൊണ്ടത് മുതൽ അങ്ങനെ തന്നെയാണ്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, ഇന്നത്തെ നിലയ്ക്ക് തർക്കിക്കാൻ പറ്റില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാരാ? അതിൽ ചീഫ് ജസ്റ്റിസിന് ഒരു റോളുണ്ട്, ഈ കൊളീജിയത്തിലുള്ള മറ്റുള്ളവർക്കും റോളുണ്ട്. ഇവരൊക്കെ സഹകരിച്ച് പോകേണ്ടതുണ്ട്. അല്ലാതെ ഈ 4-5 പേരിലുള്ള പ്രശ്നങ്ങൾ അത് പുറത്തേക്ക് വലിച്ചഴക്കിയത് നന്നായോ ഇല്ലയോ എന്നുള്ള കാര്യമായിരിക്കും ഈ ലോകം ചർച്ച ചെയ്യുന്നത് ഇന്നിപ്പോൾ. അതാണ് പുറത്തേക്ക് വന്നതാണോ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിനകത്തുണ്ടെന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങളാണോ എന്നതാണ് സംബന്ധിച്ചാണ് സ്വാഭാവികമായിട്ടും ഇതിനകം തന്നെ ഒരു പക്ഷം പിടുത്തം ഉണ്ടായിട്ടുള്ളത്. ആ പക്ഷം പിടുത്തത്തിന്റെ പ്രകടിത രൂപം പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ തന്നെയും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം 3 അതിഥികളിലേക്ക്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, അപ്പോൾ 2 പക്ഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. 2 അഭിപ്രായങ്ങളുണ്ട്, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യവുമാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ചീഫ് ജസ്റ്റിസിനെതിരെ നടപടി ആവശ്യപ്പെടുന്നു, കേസ് എടുക്കണമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. RP ലുത്ര കോടതി മുറിക്കകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ 4 ജഡ്ജിമാർക്കെതിരായിട്ട് വൈകാരികമായിട്ട് അവതരിപ്പിക്കുന്നു. 2 പക്ഷം കൃത്യമായിട്ട് അവിടെയുണ്ട്. ഈ 2 പക്ഷങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ഈ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിൽ തന്നെയും ഇതിൻ്റെ രീതി തെറ്റിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായം മുന്നിട്ട് നിൽക്കുകയും ചെയ്യും ആ കമ്മ്യൂണിറ്റിക്കകത്ത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചർച്ചകൾക്കൊക്കെ ഒടുവിൽ തന്നെയും പ്രശ്നപരിഹാരം എന്നത് നമുക്ക് മുന്നിലേക്ക് വന്ന, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്ന അതിഗുരുതരമായ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക എന്നതായിരിക്കുകയില്ല. ആ പ്രശ്നം കാർപ്പറ്റിനടിയിലേക്ക് ഒളിപ്പിച്ച് വെച്ച് വീണ്ടും പഴയതുപോലെ കാര്യങ്ങളെല്ലാം വൃത്തിയായി ഭംഗിയായി നടക്കുന്നു എന്ന തോന്നലുണ്ടാക്കി എല്ലാവരും ഒന്നിച്ചു പോവുക എന്നതായിരിക്കും എന്ന് വിചാരിക്കാൻ ഒരു സാധാരണക്കാരന് നിരവധിയായ കാരണങ്ങൾ
ഈ ദിവസങ്ങളിലുണ്ട്. അതായിരിക്കുമോ സംഭവിക്കുക? പ്രശ്നപരിഹാരം എന്നാൽ പ്രശ്നമില്ല എന്ന് നാട്ടുകാരോട് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നതായിരിക്കുമോ ഉണ്ടാവുക? സനീഷ്, അതിന്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷികൾ വരെ പക്ഷം പിടിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ശ്രീ ഹരിദാസും അതുപോലെ തന്നെ ശ്രീ ബാലഗോപാലും ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് അഭിഭാഷകരാണ് ഇതിനകത്ത് കൂടുതൽ കടന്ന് പക്ഷം പിടിക്കുന്നതെന്ന് പറഞ്ഞു. അഭിഭാഷകർ പക്ഷം പിടിക്കുന്നുണ്ടാവും, കാരണം അവരുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് കോടതിയിലുള്ളപ്പോൾ അവരെന്തായാലും പക്ഷം പിടിക്കുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര മറ്റേ ചീഫ് ജസ്റ്റിസിനെ കാണാൻ പോയത്, അത് പ്രധാനമന്ത്രിയുടെ വ്യക്തമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാത്രമുള്ള തീരുമാനമാണ് ആകും അത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ശ്രീ ഡി രാജ, CPI നേതാവ് ശ്രീ ഡി രാജ ജസ്റ്റിസ് ചെലമേശ്വരുടെ വീട്ടിൽ പോയതും എനിക്ക് അത്ര ഒരു സ്വാഭാവികമായിട്ടുള്ള സന്ദർശനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക്ഷം പിടിക്കലും ആ സമയത്ത് തന്നെ അവിടെ എത്തി എന്നുള്ളതാണ്. മാത്രമല്ല സനീഷ്, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ വാട്സപ്പ് ഫോർവേഡുകളും ഇത് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരെയാണ് പക്ഷം പിടിക്കേണ്ടത്, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ആരെയാണ് പക്ഷം പിടിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്, ഇത് വീടിന്റെ ഉള്ളിൽ തന്നെ, അതായത് കോടതിയുടെ ഉള്ളിൽ തന്നെയാണ് ഇതിന്റെ പരിഹാരം കാണേണ്ടത്. പുറത്തു നിന്നുള്ള ഒരു ഇന്റർവെൻഷനും ഇതിനകത്ത് പാടില്ല. അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് രാവിലത്തെ ആ ഒരു മീറ്റിംഗിനെ ഞാൻ കാണുന്നത്. ചീഫ് ജസ്റ്റിസും ഈ 4 ജഡ്ജിമാരും തമ്മിലുള്ള മീറ്റിംഗിനെ ഞാൻ കാണുന്നത്. ഇനി എത്രത്തോളം ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളത്, എന്നാൽ ഇവിടെ എല്ലാം നമുക്ക് ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളൊന്നും ആരും പുറത്തറിയില്ല. ഈ സുപ്രീം കോടതിയുടെ സ്വഭാവം തന്നെ അതാണ്, അകത്തിരിക്കുന്ന ഒന്നും പുറത്തറിയുന്നില്ല. ഒരു ട്രാൻസ്പെറൻസി എന്നുള്ള സംഗതി സുപ്രീം കോടതിക്ക് പണ്ടേ തൊട്ടില്ല. അപ്പോൾ അതിന്റെ ചുമരുകളിലുള്ള എന്താണ് നടക്കുന്നത്, ജഡ്ജിമാരുടെ ചേംബറുകളിലുള്ള എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ പുറത്ത് കോറിഡോറിൽ നിൽക്കുന്ന വക്കീലന്മാർക്കോ അല്ലെങ്കിൽ കോടതിയിൽ വാദിക്കുന്ന ഒരു വക്കീലന്മാർക്ക് പോലും അറിയുന്നില്ല. ഇപ്പോൾ നേരത്തെ ശ്രീ ഹരിദാസ് പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിരിക്കാം സുപ്രീം കോടതിയുടെ, പക്ഷേ ജുഡീഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ബാക്കിയുള്ള ജഡ്ജിമാരുമായിട്ട് ഈക്വൽ ആണ്, സമനാണ്. കാരണം ഈ വേറെ ഒരു ജഡ്ജി, ഏതൊരു ജൂനിയർ ജഡ്ജി പാസ്സാക്കിയേക്കുന്ന ഒരു ജഡ്ജ്മെന്റും സുപ്രീം കോടതി വിധി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പാസ്സാക്കുന്ന ഒരു വിധിന്യായവും സുപ്രീം കോടതി വിധി തന്നെയാണ്. അതിനകത്ത് ചീഫ് ജസ്റ്റിസ് പാസ്സാക്കിയ ഒരു വിധിക്ക് വേറൊരു പ്രത്യേക മാനമോ അങ്ങനെ ഒന്നും ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയതുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിനായിട്ടുള്ള ചില അധികാരങ്ങളുമുണ്ട്. ആ അധികാരങ്ങൾ ഏത് രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു, അതായത് ട്രാൻസ്പെറന്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം വരുന്നത്. അങ്ങനെ ട്രാൻസ്പെറൻസി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ. അതായത് നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ല, ചർച്ചയ്ക്ക് പോലും സമ്മതിച്ചില്ല എന്നൊക്കെയാണല്ലോ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അദ്ദേഹം ഈ പറയുന്ന സംഭവം ഉണ്ടായിട്ട് പോലും, എന്ന് വെച്ചാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത വിധം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരിക്കലും ആ സ്ഥാനത്തിരുന്ന ആളുകൾ നേരിടാത്ത വിധമുള്ള എതിർപ്പ് വന്നതിന് ശേഷവും കുലുങ്ങാതെ ഇരിക്കുന്ന, ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ സമയമായിട്ടുണ്ടാവുകയില്ല, നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമായിരിക്കാം അത്. എങ്കിൽ തന്നെയും സാധാരണക്കാരൻ്റെ ഒരു കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായതായി, ഗൗരവത്തോടെ കാര്യങ്ങളെ കാണുന്നതായി, ഒന്ന് നിർത്തിവെക്കാം കാര്യങ്ങൾ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഭരണഘടനാ ബെഞ്ചാണെങ്കിലും ജസ്റ്റിസ് ലോയ കേസാണെങ്കിലും അങ്ങനെയാണ്. അതെന്തുകൊണ്ടായിരിക്കണം? ചീഫ് ജസ്റ്റിസിന് വലിയ തോതിലുള്ള പിന്തുണ ഏതെങ്കിലും ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്ന് വേണമോ വിചാരിക്കാൻ. എന്നാൽ എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകൾ, തനിക്കൊപ്പം സമന്മാരായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ് പരസ്യമായി തന്നെ വിമർശിച്ച കാര്യത്തിൽ പോലും താനാണ് ശരി, RP ലുത്ര കോടതിക്കകത്ത് നിന്ന് പറയുമ്പോൾ വെറുതെ ചിരിക്കുക എന്നതല്ലാതെ ഒരക്ഷരവും സംസാരിക്കാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിനെ പോസിറ്റീവായിട്ടാണോ കാണേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾ ബാധിക്കുകയില്ല, പരിഹരിക്കപ്പെട്ടുകൊള്ളും എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്ന് വേണമോ കണക്കാക്കാൻ? തീർച്ചയായിട്ടും സനീഷ്, ഞാൻ പറയുന്നതും എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട്, പക്ഷേ ഞാനത് ഒരിക്കലും വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത വിവരങ്ങളാണ്. ഈ ചീഫ് ജസ്റ്റിസിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ബാക്കിംഗ് ഉണ്ടെന്നുള്ളത് ഒരു രഹസ്യമൊന്നുമല്ല. കാരണം ഈ 10 സൂപ്പർ സെൻസിറ്റീവ് കേസുകൾ നമ്മൾ ഈ പറയുന്നതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ സെൻട്രൽ ഗവൺമെന്റിന് ഫേവർ കിട്ടുന്ന കേസുകൾ തന്നെയാണ്. അതിനകത്ത് നമ്മൾ കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഈ 4 ജഡ്ജിമാർ, നമ്മൾ ഈ പറയുന്ന 4 ജഡ്ജിമാർ, ആ 4 ജഡ്ജിമാരെ കുറിച്ചിട്ടുള്ള അവരെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്റഗ്രിറ്റി വൈസോ അല്ലെങ്കിൽ ബാക്കി ഏത് രീതിയിൽ നമ്മൾ നോക്കിയാൽ
നോക്കിയാലും ഇത്രയും നല്ലൊരു ജഡ്ജിമാര് ഈ സുപ്രീം കോടതിയുടെ കൊളീജിയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുകയില്ല. അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ് ഇതിനകത്ത് ഒരാള്. അപ്പൊ അദ്ദേഹം എത്രമാത്രം പേഴ്സണൽ റിസ്ക് എടുത്തിട്ടായിരിക്കും, അതായത് അത്രത്തോളം അദ്ദേഹത്തിന് ഇത് വീർപ്പുമുട്ടിയിട്ടായിരിക്കണം അദ്ദേഹം ഇതെല്ലാം പുറത്തുകൊണ്ട്. കാരണം അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് സ്ഥാനം തന്നെ റിസ്ക് ചെയ്തേക്കാണ് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ആവണമെങ്കിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയ ദീപക് മിശ്ര റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ആകാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം ഇതിനെ ബൈപ്പാസ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും അടുത്ത ആള് റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ആ ചാൻസ് തന്നെ പോയി. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇത് പോയി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അതീവ ഗൗരവമാക്കുകയാണ്. ഈ പ്രശ്നം അതീവ ഗൗരവമായിരിക്കുകയാണ്. ഇനിയിപ്പോ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എന്റെ അഭിപ്രായത്തിൽ ഈ 4 ജഡ്ജിമാരും വളരെ സ്റ്റേൺ ആയിട്ട് തന്നെ നിൽക്കും. അവര് ഈ കാര്യം കാണുന്നവരെയും ഈ കാര്യത്തിന്റെ പുറകിൽ തന്നെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്കിപ്പോ കാണുന്നത്. പക്ഷെ അതിനൊന്നും ചീഫ് ജസ്റ്റിസ് മുതിരുകയില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ ആ മീറ്റിംഗ് ആണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഈ ചർച്ചയിൽ തന്നെ വ്യക്തമായത് പ്രകാരം അല്ലെങ്കിൽ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന ആരോപണം ഉയർന്നു വരാവുന്ന സാഹചര്യം ഇതിനകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. അത് എത്രത്തോളം ശരിയാണെങ്കിൽ തന്നെയും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാര്യം താങ്കൾ പറഞ്ഞു, ഡി രാജയുടെ കാര്യം അദ്ദേഹവും ശ്രീ KVS ഹരിദാസും പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകും, ഇത്തരമൊരു കാര്യങ്ങൾ ഇടപെടാതിരിക്കുക സാധ്യമല്ല എന്നതൊക്കെ ഇപ്പോൾ തന്നെ പൊതുമണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് സ്വന്തം നിലപാടുകൾ ശരിക്കു നിന്ന് പറഞ്ഞ് പ്രശ്നം അങ്ങനെ പരിഹരിക്കുക എന്നതിനല്ലേ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈയെടുക്കേണ്ടത്? അല്ലെങ്കിൽ പാർലമെന്റ് വഴിയെങ്കിലും അതല്ലേ ചെയ്യേണ്ടത്? രാഷ്ട്രീയ പാർട്ടികൾ കോടതിക്കകത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഈ ജഡ്ജിമാരെ കണ്ടോ അല്ല പരിഹരിക്കേണ്ടത്. അതിനെനിക്ക് യാതൊരു സംശയമില്ല. അതിനകത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി പോകുന്നതും ഡി രാജ കാണാൻ പോയത് ഒരുപോലെയാണ് അതിന്റെ ഗ്രാവിറ്റി എന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഔദ്യോഗിക ദുരുപയോഗം ചെയ്യുന്നതും അല്ലാതെ ഒരാൾ ഒരു പാർട്ടിയിൽ അത്രയും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ തന്നെ നമുക്കറിയാം അങ്ങനെ ഭരണത്തിനകത്തെ പ്രധാനപ്പെട്ട ആളെ പോയത് തമ്മിൽ ഒരുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ പോയത് കൊണ്ടൊന്നും ഈ ദിവസം തന്നെ പോയി ഒരു സൗഹൃദ അന്വേഷണത്തിന് പോകേണ്ട വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ സംഭവം ഉണ്ടായപ്പോൾ ഉടനെ അതിന്റെ പിറ്റേന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് പാർലമെന്റിനെ ഉപയോഗിക്കണം, ഇത്തരം പ്രധാനപ്പെട്ട ബോഡികൾ ഉപയോഗിക്കണം. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു തകർച്ചയുടെ ഘട്ടത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റം വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ ഈ ജുഡീഷ്യറി. അങ്ങനെ ഇതിനെ കാണാൻ ശ്രമിക്കണം. അല്ലാതെ അവിടെ ഇരിക്കുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം പറഞ്ഞു, 4 ജഡ്ജിമാർ തിരിച്ചു പറഞ്ഞു എന്ന നിലയിലല്ല. വെറും ഒരു അധികാര തർക്കത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഈ 4 ജഡ്ജിമാരെ പറ്റിയും മുഴുവൻ ആളുകളും പറഞ്ഞത് ഏറ്റവും ഇന്റഗ്രിറ്റി ഉള്ള ജഡ്ജിമാരാണ്. അവരിങ്ങനെ ഒരു റിബലിയൻ കാണിക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെ അവരുടെ ഇന്റഗ്രിറ്റിയുടെ ഭാഗമാണ്. ഇവിടെ വന്ന വാർത്തകളിൽ അറിയാമല്ലോ, ശരിയായ സമയത്ത് റിപ്പോർട്ട് ചെയ്ത് ജഡ്ജിമാരെ എടുക്കുകയായിരുന്നെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആവാനുള്ള സീനിയോറിറ്റി കിട്ടേണ്ടത് ചെമലേശ്വരനായിരുന്നു. അദ്ദേഹത്തെ മനഃപൂർവ്വം ഹോൾഡ് ചെയ്ത് അതൊക്കെ സുപ്രീം കോടതിയിൽ നടക്കുന്നതാണ്. പലപ്പോഴും ഈ ഇൻട്രസ്റ്റുകളുണ്ട്. ആ ഇൻട്രസ്റ്റ് ഒക്കെ പണ്ടുകൊണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാനും ജുഡീഷ്യറി ഒന്ന് മെച്ചപ്പെടാനുമുള്ള ചർച്ചകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കണം. ദൗർഭാഗ്യവശാൽ അത്തരം ചർച്ചകളുടെ റിസൾട്ടായിട്ട് വന്ന കൊളീജിയം ഇല്ലാതാക്കാനുള്ള ശ്രമം തങ്ങളുടെ താല്പര്യമനുസരിച്ച് രാഷ്ട്രീയം നടപ്പിലാക്കാൻ വേണ്ടി BJP ഗവൺമെന്റ് ശ്രമിക്കുന്നതിലേക്കാണ് ചെന്നതെന്നുള്ളതിന്റെ 2 ഉദാഹരണമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഒന്ന്, ഉത്തരാഖണ്ഡിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് KM ജോസഫിന്റെ എലിവേഷൻ, അത് ഡിലേ വന്നു. എന്താ കാര്യം? ഉത്തരാഖണ്ഡിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് BJPയുടെ സെൻട്രൽ ഗവൺമെന്റ് എടുത്ത നിലപാട് കോൺഗ്രസ് മിനിസ്റ്ററെ പിരിച്ചുവിട്ടതിനെതിരായിട്ട് വിധിയാണ്. രണ്ടാമത്തെ പ്രധാന പ്രശ്നമാണ് ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീലിനെ അദ്ദേഹത്തെ ജഡ്ജിയാക്കാനുള്ള കാര്യത്തിനകത്ത് ഇവരിടപെട്ടത്. പക്ഷെ ഇതെല്ലാം ഈ കോടതി എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റുകളുടെയും ബിസിനസിന്റെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും എല്ലാം കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരം കാര്യത്തിനകത്ത് വലിയ ഇൻട്രസ്റ്റുകൾ വരുന്നു, വലിയ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ. ഇപ്പൊ വന്നേക്കുന്ന ചില പൊളിറ്റിക്കൽ കേസുകളാണ്, നാളെ വലിയ സാമ്പത്തിക താല്പര്യമുള്ള കേസുകൾ വരാം. ആ താല്പര്യമുള്ള കേസിനകത്തൊക്കെ വളരെ ജസ്റ്റിസോട് കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ജഡ്ജിമാരുടെ റോസ്ട്രം തീരുമാനിക്കേണ്ട ഒരു സ്വഭാവത്തിന് പകരം എനിക്കിഷ്ടമുള്ള ഇന്ന ജഡ്ജിയെ വെച്ചാൽ ഇങ്ങനെ ജഡ്ജ്മെന്റ് വരാം എന്ന് തോന്നുന്ന തരത്തിലേക്ക് ജൂനിയർ ജഡ്ജിമാരെ വെക്കുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജഡ്ജിമാരെ ഏൽപ്പിക്കുന്നു എന്ന അപകടകരമായ, തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടത്താൻ എന്തു മാർഗവും സ്വീകരിക്കുമെന്ന് ആളുകൾ സംശയിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ആ കോടതിക്കകത്ത് വരുന്നു. അതിനെതിരെ പ്രതിഷേധിച്ചത് ശരി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. പൊട്ടിത്തെറി വന്നത് ശരി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അത് പരിഹരിക്കാനായിട്ട്
തെരുവിൽ ഉള്ള കാര്യങ്ങളല്ല വേണ്ടത്. വളരെ ഉയർന്ന തലത്തിൽ പാർലമെന്റും മറ്റു ഉത്തരവാദിത്തപ്പെട്ട ബോഡികളും എല്ലാം ചർച്ച ചെയ്ത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണം എന്ന നിലയിൽ ജുഡീഷ്യറിയെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം വേണം. വന്ന പൊട്ടിത്തെറി അതൊരു രോഗത്തിന്റെ ഭാഗം തന്നെയാണ്. ആ രോഗലക്ഷണം അല്ലെ രോഗം കണ്ട് ചികിത്സിക്കാനുള്ളൊരു സമീപനം എടുക്കണം. ശ്രീ KVS ഹരിദാസ്, പാർലമെന്റ് വിളിച്ചു ചേർക്കുക പോലുള്ള ഈ ഇത്ര വലിയ കാര്യത്തെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നതിലേക്കുള്ള സൂചനകൾ സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ തന്നെ വരേണ്ടതായിരുന്നില്ലേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? ഞങ്ങൾ കയറി ഇടപെട്ട് അവരുടെ ഒരു ഇന്റേണൽ പ്രശ്നത്തെ വഷളാക്കാൻ പോവുകയല്ല, പക്ഷേ ഞങ്ങളുടെ കൂടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ജനം തീരുമാനിക്കട്ടെ എന്ന വാക്കുകളിലൂടെ എന്നത് മനസ്സിലാക്കിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങോട്ടേക്ക് അയക്കുന്നതിന് പകരം ഇക്കാര്യത്തെ ഞങ്ങൾ ഗൗരവതരമായിട്ടാണ് കാണുക, ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് ഈ ഇത്രയും മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിഞ്ഞല്ലോ, ഇതിനകം തന്നെ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? ആ ഉത്തരവാദിത്തക്കുറവ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണോ സർക്കാരിൻ്റെ ആ മൗനം? സനീഷെ, സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട് സനീഷ്. ഇപ്പോൾ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ വഴി പോയതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ കണ്ടില്ലേ? നമ്മൾ വേറൊന്നും കൂടി ആലോചിച്ച് നോക്കും. ഈ സർക്കാർ ഒരു നിലപാട് എടുത്തു ഇതിനകത്ത്. ഇവരെ മുഴുവൻ ഒന്നിച്ച് വിളിച്ച് കൂട്ടാൻ പറ്റുമോ? പ്രധാനമന്ത്രിക്ക് പറ്റുമോ? രാഷ്ട്രപതിക്ക് പറ്റുമോ? നിയമമന്ത്രിക്ക് പറ്റുമോ? ഈ ബന്ധപ്പെട്ട 4-5 ജഡ്ജിമാർക്കിടയിലുള്ള ഭിന്നത പരിഹരിക്കാൻ അവരെല്ലാവരെയും കൂടി ഒന്നിച്ച് വിളിച്ചിരുത്താൻ പോലും പറ്റുമോ? പറ്റില്ല. ശ്രീ KVS ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM നേതാക്കൾ സംസ്ഥാനത്താണെങ്കിൽ തന്നെയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പാർലമെന്റ് വിളിച്ചു ചേർക്കണം എന്നത്. അത് മതിയായ ഒരു ആവശ്യമാണെന്ന് തോന്നുകയും ചെയ്യും. ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതികളും സീരിയസ്നെസ്സും ഒക്കെ ഉണ്ടാകും, അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. എങ്കിൽ തന്നെയും ഇത് ഗുരുതരമായൊരു പ്രശ്നമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഏത് വിധത്തിലാണ് അതിനെ ചർച്ച ചെയ്യേണ്ടത് എന്നതുപോലുള്ള പ്രതികരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഉണ്ടായതായി കാണുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയാണോ വെക്കേണ്ടത്? സർക്കാർ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സർക്കാർ അതിലേക്ക് തലവച്ച് കൊടുക്കുമെന്ന്. കാരണം അങ്ങനെ സർക്കാർ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് എടുക്കണമെങ്കിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ അധികാരങ്ങൾ പുനർനിർണയിക്കണം, അതിനൊരു നിയമ ഭേദഗതി വേണം, അതിനൊരു വ്യക്തത വരണം എന്നൊക്കെ വേണമെങ്കിൽ തന്നെ അതിന് ഒരു ഫുൾ കോർട്ട് റെസൊല്യൂഷനോ മറ്റോ ഒക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വരാതെ പോയി തലവച്ചാൽ സർക്കാർ പ്രതിക്കൂട്ടിലാവും. നാളെ ഇന്നിപ്പോൾ ഈ ശുപാർശ ചെയ്യുന്ന ആൾക്കാർ ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിയും. നമ്മളിവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് സനീഷേ, നമ്മളിപ്പോൾ ജഡ്ജിമാരുടെ നിയമനം സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ എന്താ പറയുക NJSCയുടെ നിയമം ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നില്ലേ? എത്രയോ സംസ്ഥാന നിയമസഭകൾ അത് റൈറ്റിഫൈ ചെയ്തു. അവസാനം ഇവർ കൂടിയിട്ട് സുപ്രീം കോടതി കൂട്ടിയിട്ട് അത് റദ്ദാക്കിയില്ലേ? ആ അധികാരങ്ങളിൽ തങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റൂല എന്നൊരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോഴും എടുക്കുന്നത്. അതിന് പകരം അവരൊരു MOP തയ്യാറാക്കി. ഞാൻ മനസ്സിലാക്കിയത് ആ MOPയിൽ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ, അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനുള്ള ചില അഭിപ്രായങ്ങൾ കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത അവസ്ഥയാണ്. കാരണം അത് ഒരു നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് വന്നാൽ ഗവൺമെൻറ്റിന് വേറൊരു വ്യത്യസ്തമായ നിലപാട് അത്തരം കാര്യങ്ങളിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതിലൊരു ഗവൺമെൻറ്റിൻ്റെ നിലപാടുണ്ടെങ്കിൽ അത് കേൾക്കാനെങ്കിലും തയ്യാറാവണ്ടേ? അതുപോലും നടക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത്. അതിന് യാഥാർത്ഥ്യം മുഴുവനും എനിക്കറിയില്ല. അപ്പം ഈ തലത്തിൽ കോടതി ഒരു വേറൊരു തുരുത്തായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിലേക്ക് ഗവൺമെൻറ് പോയി തലയിട്ട് കൊടുത്താൽ അത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുള്ളൂ എന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഈ കൊളീജിയത്തിലെ ഈ 5 പേര് തന്നെ ഒന്നിച്ചിരുന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇപ്പോൾ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും അറ്റോർണി ജനറലും ഒക്കെ അവരവരുടേതായ നിലയ്ക്ക് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ KK വേണുഗോപാലിനെ പോലുള്ള ഒരാളാണ് അറ്റോർണി ജനറൽ. നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനും എനിക്ക് തോന്നുന്നു ഈ സുപ്രീം കോടതി ജഡ്ജിമാർക്കിടയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കുകയല്ലാതെ വേറൊരു പരിഹാരം ഞാൻ കാണുന്നു. ഇപ്പൊ രാഷ്ട്രപതിക്കൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രതീതിയാണ് ആദ്യം മുതലേ കാണുന്നത്. അത്തരം പ്രതിസന്ധികളുണ്ട് സ്വാഭാവികമായിട്ടും. വളരെ ശരിയാണ് താങ്കൾ പറയുന്നത്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. KVS ഹരിദാസ്, വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച നടത്തിയാൽ
അത് കൊടുക്കുന്ന മെസ്സേജും വേറെയാവും ചില സമയത്ത്. സർക്കാരിന് ഇടപെടാൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടപെടാൻ പ്രതിസന്ധികളുണ്ട്. ശ്രീ കെ എൻ ബാലഗോപാൽ, താങ്കളും ശ്രീ കെ വി എസ് ഹരിദാസും പറയുന്നത് പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ വേറെയല്ലേ? ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ കെ വി എസ് ഹരിദാസ്. ശ്രീ കെ എൻ ബാലഗോപാൽ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അവർ തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഈ പറയുന്ന ആധാർ പോലെ ഉള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, അത് അവരുടെ വാക്കാണ്, അവരുടെ കത്തിലുള്ള വാക്കാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അവർ തന്നെ പരിഹരിക്കുക എന്നത് ശരിയായ വിധത്തിൽ നടക്കും എന്ന് താങ്കൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒന്ന്, ഇപ്പോൾ തന്നെയും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് മുന്നോട്ട് വെക്കപ്പെട്ടതെങ്കിൽ അത് പരിഹരിക്കാതെ ഇങ്ങനെ പോകുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ശരിയായ ശാശ്വതമായ പരിഹാരമാകും എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? വിചാരിക്കാമോ? നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ജുഡീഷ്യറി മാത്രം ചർച്ച ചെയ്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പൊതുവിൽ ഈ സമരങ്ങൾ രാഷ്ട്രീയ തലത്തിലേക്കല്ല പോകേണ്ടത്. അതേസമയം പാർലമെന്റ് പോലെ വളരെ ഉത്തരവാദിത്തമുള്ള, എല്ലാ നിയമവും നിർമ്മിക്കുന്ന പാർലമെന്റാണ്. പാർലമെന്റ് പോലെയുള്ള വേദികൾ വളരെ ഗൗരവതരമായി ഇക്കാര്യം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യേണ്ടതിനുള്ള ലിമിറ്റ് എല്ലാം ഉണ്ട് പാർലമെന്റിന്. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ടോ, ഇതൊരു കോടതിക്കെതിരായിട്ടുള്ള സബ്ജുഡീസ് അല്ല. പക്ഷേ നിയമനിർമ്മാണത്തിലെ പോരായ്മകൾ, നിയമനിർമ്മാണത്തിനകത്ത് കോടതി ഇടപെടുന്ന കേസുകൾ പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ളവർ പോലും ഇവിടെ പരിശോധിക്കാം, പറയാം. അങ്ങനെയുള്ള കാര്യത്തിനകത്ത് കുറച്ചുകൂടി ശക്തമായി ലോകത്തെ മറ്റു പല രാജ്യങ്ങളിലെയും സിസ്റ്റങ്ങൾ ഉൾപ്പെടെ നോക്കി ഇടപെടാൻ പാർലമെന്റിൽ ഒരു ചർച്ചയും പാർലമെന്റ് സെഷൻ ഇക്കാര്യം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം ഉയർന്ന തലത്തിലുള്ള ചർച്ചകൾ വേണം. മറ്റ് നിയമജ്ഞന്മാർക്കൊക്കെ ചർച്ച ചെയ്യാം, പാർലമെന്റിന് ഇതിനകത്ത് റോള് വേണം. അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഇത്. വളരെ വളരെ നന്ദി ശ്രീ കെ എൻ ബാലഗോപാൽ, ശ്രീ കെ വി എസ് ഹരിദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം വളരെ നന്ദി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. 3 പേർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഞങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകടനത്തിനായി മുന്നോട്ട് വെച്ച ചോദ്യം ഇതായിരുന്നു. ജുഡീഷ്യറിയിലെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിയെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ, സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യമായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചത്. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 84% പേരും ഭരിക്കുന്ന പാർട്ടിയെ കുറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്ന നിലപാടിലാണ്. 16% പേർക്ക് മാത്രമേ മറിച്ച് ഒരു അഭിപ്രായമുള്ളൂ. അത് ഞങ്ങളോട് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പ്രതികരിച്ച പ്രേക്ഷകരുടെ അഭിപ്രായം മാത്രമാണ്. ആ നിലക്കതിനെ കാണണം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.